മറ്റെന്തെങ്കിലും ഡെബിറ്റ് ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം, പ്രാക്ടിക്കലി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും യു ഹാവ് ടു ആസ്ക്, യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. സോ പ്ലീസ് ലിസൺ. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. I have already told that all the accounting principle, all the transaction has a two effect. One is debit and one is credit. So what is this debit and credit? നമ്മൾ പ്ലസ് ടുവിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലസ് ടു ബികോം ഒക്കെ നമ്മൾ പഠിച്ചവര്, പക്ഷെ അവരൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും. യു വിൽ മഗ് അപ്പ് ഓൾ ദി തിങ്സ്, ബട്ട് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് what is the base behind this debit and credit. If you understand this, then you will understand many other things also, like debit and credit related, why debit card is called debit card, why credit card is called credit card. ഇതെല്ലാം നമുക്ക് പിന്നീട് മനസ്സിലാവും ഇത് പഠിക്കാൻ, if you properly understand this concept. But first you should understand, if you properly understand debit and credit, it is important to make a couple of points clear. Debit and credit is neither good or bad. Okay, it is neither good or bad. Or if debit is increasing, then you are thinking, yeah, it is good. No, it doesn't mean that it is good. If debit is if credit is increasing, then you will think, oh, it is bad because expenses are there. So no, it doesn't carry. It is never. It is good or bad. അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. Debit and credit is good or bad, and debit and credit is സെയിം ആസ് ആഡിങ് ഓർ സബ്ട്രാക്ടിങ്, അങ്ങനെയൊന്നും മീനിങ് ഇല്ല. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ട് ഇറ്റ് ജസ്റ്റ് ഷോസ് എ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ കാണിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ആൻഡ് ഡെപ്റ്റ് ആൻഡ് ഡെബിറ്റ് ഇസ് ഡിഫറെന്റ്. ദാറ്റ് ഇസ് ഓൾസോ, ഡെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നതും ഡെബിറ്റ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അതും കൂടെ മനസ്സിലാക്കാം. ഡെപ്റ്റ് ആൻഡ് ഡെബിറ്റ് ഇസ് ഡിഫറെന്റ്. സോ ഡെബിറ്റ് എന്ന് പറയുന്നത്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇറ്റ് ഷോസ് എ ഡുവാലിറ്റി ഓർ എ ഡബിൾ സൈഡഡ് നേച്ചർ ഓഫ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. Okay, double-sided nature of a financial transaction and debit and credit. So visualize two sides of coin, equal and opposite side. Adana debit and credit. The ഏറ്റവും സ്പെഷ്യാലിറ്റി is debit equal, അതായത് equal and opposite side. രണ്ട് സൈഡിലും ഒരേ എമൗണ്ട് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, at the same time it is equal. So another thing, ഞാൻ പറഞ്ഞു, രണ്ട് ട്രാൻസാക്ഷൻ, in every transaction two accounts will be there. In all the transaction two accounts will be there. So for money is going into one account, which that has to be come from another account. വേറൊരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന സാധനമാണ് വേറൊരു അക്കൗണ്ടിലേക്ക് പോകുന്നത്. അപ്പം there should be in all the transaction that you have taken, all the transaction in a company, every transaction has two accounts ഉണ്ടാവും. Two accounts, one account will be money will be coming and another account money will be going. Money transaction ഇല്ലെങ്കിൽ കൂടി, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എടുക്കാം, മണി തന്നെ എടുക്കാം. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൂടിയും അങ്ങനെ തന്നെയാണ്. ദർ വിൽ ബി ടു അക്കൗണ്ട്സ്. ഒരെണ്ണത്തിൽ മണി വിൽ ബി കമ്മിങ്, ഒരെണ്ണത്തിൽ മണി വിൽ ബി ഗോയിങ്. അല്ലെങ്കിൽ വണ്ണിൽ ഒരു പൊസഷൻ വരുന്നു, അതല്ലെങ്കിൽ അതിൽ നിന്ന് അങ്ങനെ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ രണ്ട് ഡബിൾ സൈഡിൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും എല്ലാ ട്രാൻസാക്ഷൻ. അതായത് ഒരു ട്രാൻസാക്ഷനിൽ ദർ വിൽ ബി ടു accounts. So one is giving and one is receiving. One is giving and one is receiving. അങ്ങനത്തെ ഒരു രണ്ട് എണ്ണം ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറൊരു ഇത് പഠിക്കാനുള്ളതെന്ന് വെച്ചാല്, ഇത് കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാല്, ഇത്രയും മനസ്സിലാക്കാം. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ക്രെഡിറ്റ് എന്ന് നമ്മൾ ഫസ്റ്റ് ഐ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ സോഴ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സാലറി റിസീവ്ഡ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ അച്ഛൻ കുറച്ച് പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുമ്പോൾ യു വിൽ ഗെറ്റ് ദി മെസ്സേജ്, സം എമൗണ്ട് ഇസ് ക്രെഡിറ്റഡ് ടു യുവർ ബാങ്ക്, amount is credited, അതായത് 1000 rupees is credited to your bank account. അങ്ങനെയാണ് മൊബൈലിൽ മെസ്സേജ് വരുമല്ലോ, ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാണ് കാണിക്കാം. ബിക്കോസ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ഒരു സോഴ്സ് പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി വരുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് അതിന് സോഴ്സ് എന്ന് പറയുന്നത്. മണി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ, ഇപ്പൊ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ, ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ കമ്പനി, മണി വിൽ ബി റിസീവിംഗ് ഓർ ദ സോഴ്സ് ഓഫ് ദ മണി വിൽ ബി ഇൻ ഡിഫറെന്റ് ഫോംസ്. ഇക്വിറ്റി ആയിട്ട് സോഴ്സ് ആണ്. ഇക്വിറ്റി ഇസ് എ സോഴ്സ്. വാട്ട് ഇസ് ഇക്വിറ്റി? ഇക്വിറ്റി ഈസ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ വേറൊരു വേർഡാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം. ഓക്കെ, the shareholders will contribute some amount to the company. Shareholders will contribute, or the partners will contribute, or the proprietor will contribute,
some capital. Capital is the source of the fund. Capital is the source of the fund. So capital is treated as, or the equity is treated as the source of the fund. Understand, no? Equity is treated as a source of the fund. ഇതിനൊരു തമ്മിൽ നേച്ചർ, ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. യു വിൽ തിങ്ക് ഹൗ ദിസ് ലയബിലിറ്റി ആൻഡ് റവന്യൂ ക്രെഡിറ്റ് സൈഡ്, അതെങ്ങനെ ശരിയാവുന്നത് എന്ന് യു വിൽ ബി തിങ്കിങ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതൊരു സോഴ്സ് ആണ്. ഓക്കെ, ലയബിലിറ്റി ഇക്വിറ്റി ഇസ് എ സോഴ്സ്, അതൊരു സംശയമൊന്നുമില്ലല്ലോ. ഇക്വിറ്റി ഇസ് എ സോഴ്സ്. ഇക്വിറ്റി എന്ന് വെച്ചാൽ പൈസ വരുന്ന ഒരു സോഴ്സ് ആണ് ഇക്വിറ്റി. അപ്പോൾ ഇക്വിറ്റി ഇസ് എ സോഴ്സ്, കാരണം so many people are contributing, they are giving some money, so money is coming inside our company, so it's like a source. So another example, liability ഇങ്ങനെ സോഴ്സ് ആവുന്നത്. ലയബിലിറ്റി എന്ന് പറയുന്നത് ലോൺ നമ്മൾ എടുക്കുകയാണ് കമ്പനിയിൽ നിന്ന്, we have taken a loan from the bank, it's a source, no? Even if it is like നമുക്കത് pay, you have to pay back, but still it is a source. Money is again coming inside, അതൊരു സോഴ്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു ഫോർ ലോൺ, അതല്ലെങ്കിൽ സം എമൗണ്ട് വി ഹാവ് ബോറോഡ് ഫ്രം എ പേഴ്സൺ, ദാറ്റ് ഈസ് ഓൾസോ എ ലയബിലിറ്റി. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ യു ഹാവ് ടു പേ ഹിം ബാക്ക്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ സോഴ്സ്. അവിടെയും മണി വന്നു, പൈസ നമ്മുടെ കയ്യിലേക്ക് വന്നു, അതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് വരുന്നത്. അഗെയിൻ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ സോഴ്സ്. അപ്പൊ സോഴ്സ് ഓഫ് മണിയാണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഒരു സോഴ്സ് ഓഫ് മണി എന്നാണ് പറയും. ഓക്കെ, സോഴ്സ് ഓഫ് മണി എന്ന് പറയുന്നത് ക്രെഡിറ്റിൽ വരുന്നതെല്ലാം മണിയുടെ സോഴ്സ് ആണ് ക്രെഡിറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് പൈസ നിങ്ങളുടെ ബാലൻസ് അക്കൗണ്ടിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി വരുമ്പം ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതുകൊണ്ട് അതൊരു സോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടുകയാണ്, അതുകൊണ്ടാണ് അതിന് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്നത്, ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു സോഴ്സ് നേച്ചറിലുള്ളതാണ്. ഈവൺ ഇഫ് ലയബിലിറ്റി നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിലും അതൊരു സോഴ്സ് ആണല്ലോ, അതുകൊണ്ടാണ് അതിനത് പറയുന്നത് ക്രെഡിറ്റ് വരുന്നത്. അതുപോലെ തന്നെ റവന്യൂ ക്രെഡിറ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ സോഴ്സ് കൈൻഡ് ഓഫ് തിങ്. ഇത്രയും മനസ്സിലാക്കാം. ഇനിയിപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ വൈ ക്രെഡിറ്റ് കാർഡ് ഈസ് നോൺ ആസ്, ഇപ്പൊ ഇവിടെ തന്നെ അത് പറയാം, എക്സാമ്പിൾ അത് പറയാം, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. വൈ ക്രെഡിറ്റ് കാർഡ് ഈസ് നോൺ ആസ് ക്രെഡിറ്റ് കാർഡ്? Why credit card is known as credit card? Somebody please respond. Why credit card is called credit card? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് why credit card is called credit card? Tell me. Manu, tell me. Manu is there? Abu Rashid is there? Okay. Ma'am, is there? Yes. Tell me, why credit card is called credit card? It gives us credit. We don't have to add fund to that. The bank will provide credit to us through credit card. Yes, correct. Because credit card, it's same as a source of money. Bank is giving our money. Bank is giving the money. അതുകൊണ്ടാണ് അതിനെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻ ദ ഡിഫറെന്റ് കേസ് അടുത്ത നോക്കാം, ഡെബിറ്റ് സൈഡ് നോക്കാം. ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്, ഓക്കെ, യു ക്യാൻ അൺമ്യൂട്ട്. ഓക്കെ, താങ്ക് യു. ഡെബിറ്റ് കാർഡ് അല്ല, ഡെബിറ്റ് സൈഡ് പറയുന്നത് എങ്ങനെയാണ്? ഡെബിറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഈ വന്ന സോഴ്സുകളെല്ലാം, ഈ സോഴ്സുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, വി ഹാവ് റിസീവ്ഡ് സോ മെനി മണി, സോ വി ആർ യൂട്ടിലൈസിങ് ദാറ്റ് മണി ഇൻ ദിസ് ഡെസ്റ്റിനേഷൻ. You are utilizing this money in this destination. So in this destination എന്ന് വെച്ചാൽ asset വാങ്ങി from the capital that we have received. No, you purchased so many asset വാങ്ങിച്ചു. There are so many expenses are there, that also you meet with this revenue or capital, whatever it is. You are meeting this expenses with this source. Okay, with this source you are meeting this expenses. അപ്പൊ അതുകൊണ്ടാണ്, സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇൻ ദ അസറ്റ് സൈഡില് ദാറ്റ് ഈസ് വൈ അസറ്റ് എന്ന് പറയുന്നത്, ഇപ്പം യു വിൽ ബി തിങ്കിങ് അസറ്റ് ആൻഡ് എക്സ്പെൻസസ് ആസ് എ രണ്ട് സൈഡിലേക്ക് പോകുന്ന ആരോണ്. അസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആസ്തിയാണ്. എക്സ്പെൻസസ് എന്ന് വെച്ചാൽ എന്താ? എക്സ്പെൻസസ് ഈസ് എ എക്സ്പെൻസ്, അതായത് ചെലവുകളാണ്.
അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ആസ്തിയാണ്, കമ്പനിയുടെ കമ്പനിയുടെ ഒരു പൊസിഷൻ കാണിക്കുന്ന, കമ്പനി ഹാസ് ബിൽഡിംഗ്, കമ്പനി ഹാസ് ലാൻഡ്. അപ്പൊ all these things are, company has so many machinery, so all these things are asset of a company. And expense എന്താ, what is expenses? ചെലവുകളാണ്. But both are coming under debit side, both are coming under debit, both has a debit nature. If asset is increasing അവിടെ ഡെബിറ്റ് ആണ്. നമ്മൾ ട്രാൻസാക്ഷനിൽ കാണിക്കും, ട്രാൻസാക്ഷനിൽ വരുന്ന ട്രാൻസാക്ഷനിലെല്ലാം അത് നിങ്ങൾ മനസ്സിലാക്കണം. അസറ്റ് ഇസ് ഇൻക്രീസിങ്, ദെൻ ഡെബിറ്റ് ആണ്. expenses is increasing, then also it is debit. ഓക്കെ, അത് ഇവർ തമ്മിലുള്ള സെയിം നേച്ചർ ആണെന്ന് പറയുന്ന കാര്യം. ഈ സോഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡെബിറ്റിലാണ്. ഈ സോഴ്സിൽ നിന്ന് കിട്ടിയ ക്രെഡിറ്റിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, whatever it is, equity or liability, revenue, whatever it is, it is using in debit side. So it is a destination where the economic benefit goes to. It is a source, it is a destination where the economic benefit പോകുന്ന ഒരു സ്ഥലമാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാം, വാട്ട് ഇസ് ഡെബിറ്റ് കാർഡ് ഇസ് കോൾഡ് ഡെബിറ്റ് കാർഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് എന്തുകൊണ്ട് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെബിറ്റ് കാർഡിൽ നമ്മളുടെ എമൗണ്ട് ആണ്. ഡെബിറ്റ് കാർഡിൽ in the debit card we are using our money, not the bank is not giving the money, we are using our money, so it is reducing. We are expenses വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെബിറ്റ് കാർഡിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ നമ്മളിൽ നിന്ന് അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ആർ യൂസിങ് ദാറ്റ് മണി, അല്ലെ? അതുകൊണ്ടാണ് ഡെബിറ്റിനെ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, മേ ബി യു ഹാവ് സം ഡൗട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ നിങ്ങളോട് ആൻസർ പറഞ്ഞത്. ഞാൻ ഓർത്തിട്ടുണ്ടത് ചിലപ്പം ഒരു ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഇസ് വെരി ബേസ് കോൺസെപ്റ്റ്, ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ they don't understand really, they don't understand what is the base before this debit and under in the lower class also teachers will be teaching me also. എനിക്കും അങ്ങനെ തന്നെയാണ്. they will be mug up the the golden rules of accounting, debit all expenses and losses, credit all incomes. Yeah, that you have to study that also, but you should also understand what is the base of this. This is small things. What is the why asset is debit, why expense is debit. അത് നിങ്ങൾ you should understand why even if it has both has a different behavior, but still it is coming under debit. So credit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ credit, equity, liability and revenue all are in the different nature, but still they all are coming under credit. Okay, so this is the reason behind that. ഇനി നിങ്ങൾ now you will be studying different rules and all, then at that time it will be more clear. Maybe it will more clear, or sometimes it will be more confused. Both will happen anyway, but gradually you will understand thoroughly this accounting is, then you will understand that accounting is very simple subject, but you have to know everything, all the base. What is this? Okay, the same thing. Now this is again, credit which means owner's equity, which means capital, liability, revenue. These are all source of the fund. That is the source of the fund. So if liability is increasing, then it is credit. If owner's equity is increasing, then it is credit. Okay, revenue is increasing, then also it is credit. Credit സൈഡിലാണ് റവന്യൂസ് ഇൻക്രീസ് ചെയ്താലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് ചെയ്താൽ റവന്യൂസ് ഇൻക്രീസിങ്, then it is credit. നമുക്ക് കൂടുതൽ നോക്കാം, പക്ഷെ ഒന്ന് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ക്രെഡിറ്റ് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാം. ഓണേഴ്സ് ഇക്വിറ്റി is increasing or capital is increasing, it is credit. Liability is increasing, then also it is credit. Revenue is increasing, then it is credit. Equity is reducing, then it is debit. Liability is reducing, then it is debit. Revenue is reducing, it is debit. And you bought a machinery. You see the sophisticated machinery that you have bought. So that is with the money. That is a credit side. നിങ്ങൾക്ക് കിട്ടിയ മണി നിന്നാണ് ഡെസ്റ്റിനേഷനിലുള്ള this machinery that you have purchased, that you have paid rent, then you have paid the telephone bills,
and you have paid the salary, traveling expenses, printing and stationery, everything is meeting from the source money that we have received. ആ എക്സ്പെൻസസുകളും എല്ലാം വരുന്നതും ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. പക്ഷെ ഇൻ ദ ബാലൻസ് ഷീറ്റിൽ ഇപ്പം ഇതിങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദ ബാലൻസ് ഷീറ്റിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ലയബിലിറ്റി സൈഡ് വരിക. അതൊരു കൺഫ്യൂസിങ് വരുന്നതാണ്. അത് ഞാൻ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നൗ ഇൻ ദിസ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞത് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോഴില്ലേ, ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ഇപ്പൊ ഞാനിവിടെ അസെറ്റ് കാണിച്ചിട്ടുള്ളത് ഡെബിറ്റ് സൈഡിലാണ്. പക്ഷെ ഇൻ ദ ബാലൻസ് ഷീറ്റ് അസെറ്റ് വിൽ ബി ഷോയിങ് ഇൻ ദ യുവർ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് അസെറ്റ് കാണിക്കുക. ആൻഡ് ദിസ് ലയബിലിറ്റി ഇക്വിറ്റി എല്ലാം ഷോ ചെയ്യുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും ഇക്വിറ്റി എല്ലാം ഷോ ചെയ്യുന്നത്. But in some other countries, in some other books, it is in this form. But we are following what we are following. ഈ സൈഡിലാണ്, ഐ മീൻ യുവർ റൈറ്റ് സൈഡിലാണ് അസെറ്റ് എഴുതുക, ആൻഡ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ലയബിലിറ്റി കാര്യങ്ങളൊക്കെ എഴുതുക. അത് എഴുതുമ്പോൾ at that time you will understand properly. So just the concept it should be clear. So this is the accounting equation. This is important. Accounting equation is equal to liabilities plus equity. Liability side plus equity. Now you understand, no? Asset side, liability side should be equal. Asset side and liability side should be equal. That is accounting equation. Liability side, liability and equity, they are showing in separate ആയിട്ടാണ്. Liability side it is showing liability വേറെ equity വേറെ. They are separating ആയിട്ടാണ് കാണിക്കുന്നത്. Oh, there is Tanmoy. No, it is whether it is Tanmoy or Tanmoy. Tanmoy, right? Oh, okay. Yes, can you following what I'm teaching? Yes, ma'am. You have the base, no? Then it is okay. Counting base is there, no? You have studied, so it will be easier for you. Thank you. So this side it is a debit and it is a credit. So this is a literal meaning of what is debit and credit. That is what I am already told. So remember, this account has personal account, real account and nominal account. Now we are moving to the rules. Now we are moving to the rules. So this rules പഠിക്കുന്നതിന് മുമ്പ് അക്കൗണ്ടിങ് പ്രോസസ് രണ്ട് രീതിയിലുണ്ട്. മോഡേൺ അപ്രോച്ച് ആൻഡ് അതൊക്കെ യു ഷുഡ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. മോഡേൺ അപ്രോച്ച് ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്. മോഡേൺ അപ്രോച്ച് ഇസ് നോൺ ആസ് അമേരിക്കൻ അപ്രോച്ച് എന്ന് പറയും. ട്രഡീഷണൽ അപ്രോച്ച് ഇസ് ബ്രിട്ടീഷ് അപ്രോച്ച് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം എന്താ, നമ്മുടെ ബ്രിട്ടീഷുകാർ ആണ് നമ്മൾ റൂൾ ചെയ്ത്, നമ്മുടെ രാജ്യം റൂൾ ചെയ്ത്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി അക്കൗണ്ടിങ്, ദ ഫിനാൻഷ്യൽ റെക്കോർഡ്, ദ സിസ്റ്റംസ് ദാറ്റ് വി ആർ ഫോളോയിങ്, നോ ദാറ്റ് ഓൾ ദീസ് തിങ്സ് ആർ വി ഹാവ് അവിടുത്തെ ഒരു ഇൻഫ്ലുവൻസ് ഇസ് ദർ, ദാറ്റ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇസ് ദർ. വി ആർ ഫോളോയിങ് ദിസ് ട്രഡീഷണൽ അപ്രോച്ച് ആണ് കൂടുതൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൂടുതലും ട്രഡീഷണൽ അപ്രോച്ച് ആണ് കാണിക്കുന്നത്. ബട്ട് ദർ ഇസ് എ ഡിഫറെന്റ് അപ്രോച്ചസ് ഓൾസോ ദർ, ദാറ്റ് ഇസ് മോഡേൺ അപ്രോച്ച്. സെയിം ആണ്, രണ്ടും സെയിം ആണ്, പക്ഷെ ആ ഒരു തിങ്കിങ് പ്രോസസ് ഇസ് ഡിഫറെന്റ്. തിങ്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. കാണിച്ചു തരാം ഞാൻ അതെങ്ങനെയാണ്. സോ ഇൻ ദ മോഡേൺ അപ്രോച്ചില് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പറയുന്നത് ഇങ്ങനെയാണ്. In the modern approach, the rules of debit and credit will be saying like this. And in the traditional approach, ഇതാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്. പേഴ്സണൽ അക്കൗണ്ട് is debit the receiver and credit the giver. Real account is debit what comes in and credit what goes out. In the nominal account, debit all expenses and losses and credit all incomes and gains. This thing you have to understand very properly. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ട്രാൻസാക്ഷൻസ് വരുമ്പം you will be maybe some എല്ലാവർക്കും അല്ല ഒരു കൺഫ്യൂഷൻ വരും, whether it is debit or credit. It is not the case of all, but some person they have the doubt with whether it is debit or credit. Okay, അപ്പൊ അതുകൊണ്ടാണ്, so that you have to understand this rule very properly. So in all the person, this is a traditional account ആണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്. അതാണ് ഈ മറ്റേതല്ലേ പഠിക്കുക. പ്ലസ് ടുവിലും ഡിഗ്രിക്കും ഒക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതാണ്. You will be more focused on this personal account എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ debit the receiver and credit the giver. In real account, debit what comes in and credit what goes out. The same thing ആണ്. ഇപ്പൊ റിയൽ അക്കൗണ്ട് പറഞ്ഞാൽ debit what comes in.
ഇപ്പൊ മെഷീനറീസ് ബൈ സം മെഷീനറീസ് ബോട്ട് ഓർ സം ലാൻഡ് ഇസ് ബോട്ട്. ലാൻഡ് വാങ്ങി which means that land is bought, which means that your asset is increased. Asset is increased, which means that debit. See, അത് മനസ്സിലായില്ലേ? Asset is increased. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ റിയൽ അക്കൗണ്ട്, ക്യാഷ് വന്നു, ക്യാഷ് ഇസ് എ റിയൽ അക്കൗണ്ട്. ക്യാഷ് ഇസ് എ റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് വന്നു, ക്യാഷ് വരിക എന്ന് പറയുമ്പോൾ ക്യാഷ് ഇസ് കമ്മിങ് ഇൻസൈഡ്. സോ ദാറ്റ് ഡെബിറ്റ് കൂടി. അപ്പൊ അങ്ങനെ രീതിയിലൊന്നും മൈൻഡിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോമിനൽ അക്കൗണ്ട് പറഞ്ഞുതരാം. നോമിനൽ അക്കൗണ്ട് ഇസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഇത് നിങ്ങൾക്കറിയാം. ഡെബിറ്റ് സൈഡ് വരുന്നത്, ഡെബിറ്റിൽ വരുന്നതാണ് ഈ എക്സ്പെൻസസ് എന്ന് പറയുന്ന സാധനം. ഡെബിറ്റിൽ വന്നതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. 2 slides ബിഫോർ ഐ ഹാവ് ടോൾഡ് യു നോ ദാറ്റ് അതിനകത്ത് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത് അസെറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഡെബിറ്റിൽ വരുന്നത് അസറ്റും എക്സ്പെൻസസും ആണ്. വിച്ച് മീൻസ് ദാറ്റ് അസറ്റ് കൂടിയാലും ഡെബിറ്റ്, എക്സ്പെൻസസ് കൂടിയാലും ഡെബിറ്റ്. Asset is increasing, then also it is debit. Expenses is increasing, then also it is debit. Okay. ആ മൈൻഡിൽ അതൊന്നും മനസ്സിലാക്കുക. ദിസ് തിങ് യു ക്യാൻ മഗ് അപ്പ് ഓർ യു ക്യാൻ, അതല്ലാതെ മനസ്സിലാക്കി പഠിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും പഠിക്കാം. പിന്നെ അത് തന്നെ ഇതും, this thing also you need to understand. The same സാധനം തന്നെ, but in a different way they have written rules of debit and credit. പറഞ്ഞ asset is increasing, then debit. Expense, some person this will be more easy to understand. That is why I am taking both. ചില ആൾക്കാർക്ക് ഇത് പറയുമ്പോഴായിരിക്കും കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും. They will understand very quickly. അതുകൊണ്ടാണ് I have included both modern approach and traditional approach. എനിക്ക് അറിഞ്ഞൂടാ, മേ ബി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് ക്ലിക്ക് ആവുമായിരിക്കും. അതുകൊണ്ടാണ് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. അസറ്റ് ഇസ് ഇൻക്രീസിംഗ്, ദെൻ ഇറ്റ് ഇസ് ഡെബിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ. അസറ്റ് ഇസ് ഇൻക്രീസിംഗ്, ദെൻ ഡെബിറ്റ്. അസറ്റിൽ